നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും പ്രബലനായ വ്യക്തി ആരാണ്? ഒറ്റയടിക്ക് ഉത്തരം പറയാം, അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന്, അല്ലേ? പക്ഷേ അതല്ല, അതൊരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെയും CPM-ൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ആകെ അടിത്തറ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് KM എബ്രഹാം. അതെ, അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതി CBI അന്വേഷണം പ്രഖ്യാപിച്ചതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. ഇതിൽ നിന്ന് എന്ത് വ്യക്തമാണ്? അദ്ദേഹം ചെറിയ മീനല്ല എന്നുള്ളത് എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ്. 2018 ചീഫ് സെക്രട്ടറി പദത്തിൽ നിന്ന് വിരമിച്ച ശേഷം ലക്ഷങ്ങൾ ശമ്പളവും ഒപ്പം പെൻഷനും വാങ്ങുന്ന സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തിയാണ് KM എബ്രഹാം. ഓരോ വർഷവും ശമ്പള വർധനവും, അതും 10% വീതം വർധന ലഭിക്കുന്ന കേരളത്തിലെ അത്യപൂർവം പേരിൽ ഒരാളാണ് KM എബ്രഹാം. 2016 ഓഗസ്റ്റ് 25-നാണ് KM എബ്രഹാം കിഫ്സി CEO ആകുന്നത്. അന്ന് എബ്രഹാം ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മന്ത്രിസഭ യോഗത്തിന്റെ തീരുമാനപ്രകാരം എബ്രഹാമിന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ചുമതലയോടൊപ്പം കിഫ്ബിയുടെ CEO ആയി കൂടി നിയമിച്ചു. അന്നത്തെ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദാണ് ഉത്തരവിറക്കിയത്. 2017 ഫെബ്രുവരി 14-ന് 40ഓളം തസ്തികകളും കിഫ്ബിയിൽ സൃഷ്ടിച്ചു. 2018 റിട്ടേൺ ചെയ്താൽ തനിക്ക് ലഭിക്കേണ്ട ശമ്പളം എത്രയെന്ന് കൃത്യമായ ധാരണ എബ്രഹാമിന് ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് 2017 ഒക്ടോബർ 10-ലെ SJ വിജയദാസിന്റെ നിയമനം. BSNL-ലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആയിരുന്നു വിജയദാസ്. ചീഫ് പ്രൊജക്ട് എക്സാമിനർ തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് നിയമനം ക്ഷണിച്ചതുപോലും. ഒറ്റ അപേക്ഷ മാത്രമാണ് എത്തിയത്. വീണ്ടും അപേക്ഷ ക്ഷണിക്കാതെ വിജയദാസിനെ എബ്രഹാം നിയമിക്കുകയാണ് ചെയ്തത്. ഡെപ്യൂട്ടേഷൻ വേണ്ടെന്നായി വിജയദാസ്. ഡെപ്യൂട്ടേഷൻ ആണെങ്കിൽ നിലവിലെ ശമ്പളമേ കിട്ടൂ. കരാർ നിയമനത്തിൽ എബ്രഹാം വിജയദാസിനെ നിയമിക്കുന്നു. 2.3 ലക്ഷമായിരുന്നു വിജയദാസിന്റെ ശമ്പളം. 10% ഓരോ വർഷവും ശമ്പള വർധനയും നൽകി. ധനകാര്യ വകുപ്പിലെ ആനി ജൂല തോമസ് ആണ് ഉത്തരവിറക്കിയത്. ഇതേ ആനി ജൂല തോമസിന് പിന്നീട് IAS കൺഫർ ചെയ്തും കിട്ടി. 2017 ഡിസംബർ 30-ന് ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിച്ച എബ്രഹാമിനെ കിഫ്ബി CEOയുടെ തലവനായി സർക്കാർ പുനർനിയമനം നൽകി. കരാർ അടിസ്ഥാനത്തിലാണ് നിയമിച്ചത്. അതാകുമ്പോൾ ശമ്പളവും കിട്ടും, ഒപ്പം പെൻഷനും കൂടി കിട്ടും. 2.75 ലക്ഷമായിരുന്നു ശമ്പളം. വിജയദാസിനെ പോലെ 10% ശമ്പള വർധനയും ഓരോ വർഷവും എബ്രഹാമിനും ലഭിച്ചു. മുൻഗാമി വിജയദാസിന് 10% ശമ്പള വർധന കൊടുത്ത എബ്രഹാമിന്റെ ബുദ്ധി ധനവകുപ്പിൽ അക്കാലത്ത് ചർച്ചയായി മാറി. എബ്രഹാമിന് 10% ഓരോ വർഷവും ശമ്പളം വർദ്ധിപ്പിക്കാനായിരുന്നു വിജയദാസിന് 10% വർദ്ധിപ്പിച്ചത് എന്നതായിരുന്നു ചർച്ച. 2024 ഒക്ടോബർ 8-ന് KN ബാലഗോപാൽ നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി എബ്രഹാമിന് നൽകിയ 2,73,23,704 രൂപയാണ്. ശമ്പള ഇനത്തിൽ 2,66,19,704 രൂപയും, ലീവ് സറണ്ടറായി 6,84,750 രൂപയും, ഉത്സവ ഭത്തയായി 19,250 രൂപയും എബ്രഹാം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. നിലവിൽ KM എബ്രഹാമിന്റെ ശമ്പളം 3,87,750 രൂപയാണ്. ഒപ്പം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച വകയിലെ പെൻഷനും. കിഫ്ബിയിലെ കോടിപതിയാണ് എബ്രഹാം എന്ന് കണക്കുകളിൽ നിന്നൊക്കെ വ്യക്തമാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിലാണ് KM എബ്രഹാമിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. CBIയുടെ കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുക. പരാതിക്കാരന്റെ മൊഴി, വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്, മറ്റ് സുപ്രധാന രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ CBI കൊച്ചി യൂണിറ്റ് സൂപ്രണ്ടിന് ജസ്റ്റിസ് K ബാബു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയതിനാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. KM എബ്രഹാമിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു വിജിലൻസിന്റെ അന്വേഷണമെന്ന് സംശയിക്കാമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എത്രയും വേഗം CBIക്ക് വിജിലൻസ് കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഔദ്യോഗിക പദവി ദുരുപയോഗിച്ച് കോടികളുടെ സ്വത്ത് സമ്പാദിച്ചതാണ് പരാതി. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതടക്കം പരാതികളിലുണ്ട്. രേഖകൾ ചതിച്ചുവെന്നതാണ് വസ്തുത. വരുമാന രേഖകൾ പരിശോധിച്ച് ശമ്പളത്തേക്കാൾ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ KM എബ്രഹാമിന് കഴിഞ്ഞില്ല എന്നത് കോടതി വിലയിരുത്തി. നന്ദി.